വിങ്ങുന്ന ഹൃദയത്തിൽ നിറയുന്ന സ്നേഹമാണ് ഈശോ. ആ ഈശോനാഥൻ്റെ സ്നേഹത്തെക്കുറിച്ച് ഓർത്തുകൊണ്ടാകട്ടെ നമ്മുടെ ഇന്നത്തെ ഈ എപ്പിസോഡ്. നിങ്ങൾ ഏവരെയും ഹോളി ബീറ്റ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മർത്യരക്ഷകനായ ഈശോയെക്കുറിച്ചുള്ള ഒരു പഴയ ഗാനമാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ ആദ്യമായി കേൾക്കാൻ പോകുന്നത്. സോളോ പെർഫോമൻസിനായി ഷിജിൻ ചേട്ടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ചേട്ടാ. നമസ്കാരം. ചേട്ടൻ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഹോളി ബീറ്റ്സിന്റെ ഈ വേദിയിൽ പാടിയിട്ടുണ്ടല്ലേ? തീർച്ചയായിട്ടും. ഓരോ തവണ ഈ വേദിയിൽ വന്ന് പാടുമ്പോഴും എന്ത് അനുഭവമാണ് ചേട്ടനുണ്ടാവുന്നത്? തീർച്ചയായിട്ടും ഭയങ്കര ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഇല്ലെങ്കിൽ ഒരു ദൈവ അനുഭവത്തിൻ്റെ ഒരു വേദി തന്നെയാണ് നമ്മുടെ ഈ ഹോളി ബീറ്റ്സ് എന്ന പ്രോഗ്രാം. ജീവിതത്തിൽ ഒരുപാട് പാട്ടുകൾ എനിക്ക് ഈ വേദിയിൽ വന്ന് പാടാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ മുമ്പോട്ടുള്ള ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ ഈ പ്രോഗ്രാമിൽ നിന്നും പിന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് ഭയങ്കര ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ വേദിയാണ്. ഇന്ന് ഏത് പാട്ടാണ് ചേട്ടനിവിടെ പാടുന്നത്? ഇന്ന് എല്ലാവർക്കും അറിയാം, ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ എക്കാലത്തെയും മികച്ച ക്രിസ്ത്യൻ ആൽബമായ സ്നേഹപ്രവാഹം എന്ന ആൽബത്തിലെ കർത്താവാം യേശുവേ എന്ന ഒരു ഗാനമാണ് ഞാനിവിടെ പാടാൻ ആഗ്രഹിക്കുന്നത്. അത് കുറച്ച് പഴയ പാട്ടാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് പഴയ ഒരു പാട്ട് സെലക്ട് ചെയ്തത്? തീർച്ചയായിട്ടും വീഞ്ഞ് പഴകും തോറും അതിന് വീര്യം കൂടുമെന്നല്ലേ നമ്മൾ ചെറുപ്പം മുതലേ കേട്ടിട്ടുള്ളത്. അതുപോലെ പഴയ ഗാനങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരുപാട് ആത്മീയ തലത്തിൽ വളർത്താനും നമ്മുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും പഴയ ഗാനങ്ങൾക്ക് ഒരു പ്രത്യേക ശക്തി ഉണ്ട്, ഇല്ലെങ്കിൽ ഒരു പവറുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് കൂടുതലും ഞാൻ ഹോളി ബീറ്റ്സിൽ പാടുന്ന പാട്ടുകളെല്ലാം കഴിവ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് പഴയ പാട്ടുകളാണ് കൂടുതലും സെലക്ട് ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ഓക്കെ ചേട്ടാ, നല്ലോല പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഷിജിൻ ചേട്ടൻ ഒരു പഴയ ഗാനമാണ് ഇന്ന് ഹോളി ബീറ്റ്സിന്റെ ഈ വേദിയിൽ പാടുന്നത്. നമുക്ക് ഏവർക്കും ആ പാട്ട് ആസ്വദിക്കാം. ഹൃദയാദിനാഥൻ നീകനൻ ഹൃദയാദിനാഥൻ നീ എൻ്റെ ജീവിത കേന്ദ്രമായി വാഴേണം. നീയൊഴിഞ്ഞേതും എനിക്കു വേണ്ട. നിന്നിൽ ഞാനാനന്ദം കൊള്ളുന്നു, നിൻ പൂകൾ പാടുന്നു നന്ദിയോടെ. രക്ഷക നിന്നിൽ ഞാനാനന്ദം
കൊണ്ടു നീ സഞ്ചരിക്കാ. എൻ കൈകൾ കൊണ്ടു നീ അധ്വാനിച്ചിടുക. എൻ പാദം കൊണ്ടു നീ സഞ്ചരിക്കാ. എൻ നയനങ്ങളിലൂടെ നീ നോക്കേണം. എൻ ശ്രവണങ്ങളിലൂടെ ശ്രവിക്കേണം നീ. കർത്താവാമേശുവേ മർത്യവിമോചക, നീകനൻ ഹൃദയാദിനാഥൻ, നീകനൻ ഹൃദയാദിനാഥൻ. നമ്മുടെ ഇടയനായ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒരു ട്രയോ പെർഫോമൻസ് ആണ് അടുത്തതായി ഹോളി ബീറ്റ്സിൻ്റെ ഈ വേദിയിൽ. ട്രയോ പെർഫോമൻസിൽ പാടുന്ന ജോബിൻ ചേട്ടനെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ് ചേട്ടാ. ഹലോ. ഇന്ന് ഏത് പാട്ടാണ് ഇവിടെ പാടാൻ പോകുന്നത്? ഇന്ന് നമ്മുടെ ദൈവത എന്ന് പറഞ്ഞ പാട്ടാണ് പാടുന്നത്. ഒരു ട്രയോ പെർഫോമൻസ് ആണല്ലേ? അതെ. ആരൊക്കെയാണ് കൂടെ പാടുന്നത്? ഞാനും ഡയാന പിന്നെ ദീയും കൂടിയാണ് പാടുന്നത്. 3 പേരും കൂടെയാണ് പാടുന്നത്. എന്തായിരുന്നു ഈ ഒരു പാട്ട് ചൂസ് ചെയ്യാനുള്ള റീസൺ? നമ്മൾ പണ്ട് തൊട്ട് കേൾക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ ഞങ്ങൾക്ക് 3 പേർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ടൊരു പാട്ടായാണ് എടുത്തത്. ഓക്കെ ചേട്ടാ, അപ്പം നല്ലപോലെ പാടുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. നമ്മളെല്ലാവരും ഒരുപാട് കേട്ട് പരിചിതമായൊരു പാട്ടാണ് ഇന്ന് ഇവരിവിടെ പാടാൻ പോകുന്നത്. നമുക്ക് ഏവർക്കും ഇവരുടെ ഈ പാട്ട് കേൾക്കാം. നമ്മുടെ ദൈവമിതാ നമ്മോട് കൂടെ ഇതാ, ഈയൾ താരയിൽ ഈ
ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. ഒരു ദൈവം തൻ്റെ ജനത്തിൻ്റെ കൂടെ പാർക്കാനിറങ്ങി വന്നു. തൻ്റെ ജനത്തോടു കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. തൻ്റെ ജനത്തോടു കാട്ടിയൊരുൾ പ്രിയം ഇന്നും തുടിക്കും നീ കൂദാശയിൽ. എന്നും തുടിക്കും നീ കൂദാശയിൽ. നമ്മുടെ ദൈവപിതാ നമ്മോടു കൂടെ ഇതാ. ഈ അൾത്താരയിൽ ഈ തിരുവോസ്തിയിൽ നമ്മുടെ ഇടയനിതാ. നമ്മുടെ ദൈവപിതാ. അടുത്തതായി ഒരു സോളോ വെസ്റ്റേൺ പെർഫോമൻസ് ആണ് ഈ വേദിയിൽ. അതിനായി ഭവ്യയെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹലോ ഭവ്യ. ഹായ്. ഭവ്യ ഇതിനു മുമ്പ് ഒരുപാട് തവണ ഹോളിവുഡ്സിൽ പാടിയിട്ടുണ്ടല്ലേ? അതെ, പാടിയിട്ടുണ്ട്. ഭവ്യ ഇപ്പം എന്ത് ചെയ്യാണ്? ഞാനിപ്പോൾ LLB ചെയ്യുന്നു, 4th year. ഇത്തവണ ഒരു വെസ്റ്റേൺ സോങ് ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അതെ അതെ. എന്തായിരുന്നു വെസ്റ്റേൺ സോങ് ചൂസ് ചെയ്യാനുള്ള കാരണം? എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻ തന്നിട്ടൊരു സോങ്ങാണിത്. ആൻഡ് എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് സോങ്സ് ആണ്. ഏത് സോങ് ആണ് ഇന്ന് പാടുന്നത്? ഫൈൻഡ് യു ഓൺ മൈ നീസ് എന്നാണ് സോങ്ങിൻ്റെ പേര്. എന്താണ് ഈ സോങ്ങിന്റെ വരികളുടെ മീനിങ്? ലൈക്ക് വെൻ വി ഹാവിങ് എ ബാഡ് ഡേ, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങളൊക്കെ പോകുന്നു എന്ന് നമുക്ക് തോന്നുന്ന സമയത്ത് വി ക്യാൻ റിലൈ ഓൺ ഗോഡ് അല്ലെങ്കിൽ ക്രൈസ്റ്റ് എന്ന് മീൻ ചെയ്യുന്നൊരു സോങ്ങാണിത്. അപ്പം എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് ഇൻസ്പിറേഷൻസ് തന്നിട്ടുള്ള സോങ്ങാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു വേദിയിലൊരു ചാൻസ് കിട്ടിയപ്പോൾ ഐ തോട്ട് ഓഫ് സിംഗിങ് ദിസ്. അപ്പോൾ ഭവ്യ, ഓൾ ദി ബെസ്റ്റ്. നല്ലോണം പാടുക. താങ്ക് യു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പ്രത്യാശയാകുന്ന കർത്താവിനെ കുറിച്ചുള്ള ഒരു മനോഹരമായ വെസ്റ്റേൺ മ്യൂസിക് ആണ് ഭവ്യയുടെ പാടുന്നത്. നമുക്ക് ഏവർക്കും ഭവ്യയുടെ ആ പാട്ട് കേൾക്കാം. Trouble's chasing me again, breaking down my best defense. I'm looking, God, I'm looking for you. Weary just won't let me rest, cares stealing up my head. I'm longing, God, I'm longing for you. But I will find you in a place I need, find you when I'm at my end, find you when there's nothing left of me to offer you except for brokenness. You lift me up, you never leave me thirsty. When I am weak, when I am searching, I find you on my knees. So worry, sorrow shakes my faith. What if harder still remains? I trust you, my God, I trust you. 'Cause you are faithful, and I will find you in a place I need, find you when I'm at my end, find you when there's nothing left of me to offer you except for brokenness. You lift me up, you never leave me thirsty. When I am weak, when I am lost, yet searching, I find you on my knees.
my hope is gone, when the fear is strong, when the pain is real, when it's hard to hear, when my faith is shaken and my heart is broken and my joy is stolen. God, I know that you lift me up, you never leave me searching. Find you in a place I need, find you when I'm at my end, find you when there's nothing left of me to offer you except for brokenness. You lift me up, you never leave me searching. When I am weak, when I am lost yet searching, I find you on my knees, my knees, on my knees. നമ്മുടെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും അവസാനം നമുക്ക് കൂട്ടാകുന്ന തുണയാകുന്ന ഏക വ്യക്തി നമ്മുടെ ദൈവം മാത്രമാണ് എന്നോർമ്മിപ്പിച്ചുകൊണ്ട് ഒരു മനോഹര ഗാനവുമായി ഒരു ഡുവറ്റ് പെർഫോമൻസ് ആണ് അടുത്തതായി ഈ വേദിയിൽ. ടാൻസൻ ചേട്ടനെയും നേഹയും വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹായ്. ഹലോ. നിങ്ങൾ രണ്ടുപേരും ഒരുപാട് നാളുകളായിട്ട് ഹോളി ബീറ്റ്സിൽ പാടുന്നുണ്ട്. അതെ. അപ്പം ആദ്യമായിട്ടാണോ നിങ്ങളിങ്ങനെ ഡുവറ്റ് പെർഫോമൻസ് ചെയ്യുന്നത്? ഡുവറ്റ് ആദ്യമായിട്ടാ. ഏത് പാട്ടാണെന്ന് പാടുന്നത്? കണ്ണാലെ കാണുവാൻ കൊതിയാകുന്നു എന്ന് പറഞ്ഞത്. എന്തായിരുന്നു ഈ ഒരു പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം? ഈ പാട്ടിൻ്റെ നിർമ്മാതാക്കൾ കാൻഡിൽസ് ബാൻഡിനോട് ആവശ്യപ്പെട്ടു ഇത് ഹോളി ബീച്ചിലൊന്ന് പാടാൻ. അതുകൊണ്ടാണ് ഈ പാട്ട് ഇവിടെ പാടുന്നത്. ഇപ്പം രണ്ടുപേരും നല്ലപോലെ പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, കോൺഫിഡൻ്റ് ആണല്ലേ? അതെ അതെ, കോൺഫിഡൻ്റ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്, നല്ലപോലെ പാടും. താങ്ക് യു സോ മച്ച്. ഭക്തിസാന്ദ്രമായ ഇവരുടെ ഈ പാട്ട് നമുക്ക് ഏവർക്കും ആസ്വദിക്കാം. കണ്ണാലെ കാണുവാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ, ഒപ്പം ഇരിപ്പാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ, ഈ ഭൂമിയിലെന്നും നിരാശയെ നീറുന്ന ജീവിതമാ, ദുഃഖങ്ങൾ കടൽ തിര പോലെ എന്നും ജീവിതേ വന്നിടുമേ, നിത്യതയിൽ നിരാശയില്ലേ എന്നെന്നും സന്തോഷമാ, താതൻ കരത്തിൽ അണഞ്ഞിടുമേ ആർക്കും തൊടാത്തതുപോ, കണ്ണാലെ കാണുവാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ, ഒപ്പം ഇരിപ്പാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ. മരണത്തിൻ കയത്തിലായിരുന്ന എന്നെ തേടി യേശു വന്നു, മരണത്തിൻ കയത്തിലായിരുന്ന എന്നെ തേടി യേശു വന്നു, ദൈവം തന്നെ സ്നേഹിച്ചതുപോലെ
സ്നേഹിക്കുന്നോർക്കെല്ലാം ഒരുക്കിയ വലിയ രക്ഷ. ദൈവം തന്നെ സ്നേഹിക്കുന്നോർക്കെല്ലാം ഒരുക്കിയ വലിയ രക്ഷ. സ്നേഹം നൽകാൻ നെഞ്ചോട് ചേർക്കാൻ ദൈവം മണ്ണിൽ വന്നു. ദുഃഖം പൂർണ്ണമായി മാറ്റിയിടുവാൻ വീണ്ടും വന്നിടുമേ. സ്നേഹം നൽകാൻ നെഞ്ചോടു ചേർക്കാൻ ദൈവം മണ്ണിൽ വന്നു. ദുഃഖം പൂർണ്ണമായി മാറ്റിടുവാൻ വീണ്ടും വന്നിടുമേ. കണ്ണാലെ കാണുവാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ. ഒപ്പം ഇരിപ്പാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ. ഈ ഭൂമിയിലെന്നും നിരാശയെ നീറുന്ന ജീവിതമാ. ദുഃഖങ്ങൾ കടൽ തീര പോലെ എന്നും ജീവിതേ വന്നിടുമേ. നിത്യതയിൽ നിരാശയില്ലേ എന്നെന്നും സന്തോഷമാ. താതൻ കരത്തിൽ അണഞ്ഞിടുമേ ആർക്കും തൊടാത്തതുപോൽ. കണ്ണാലെ കാണുവാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ. ഒപ്പം ഇരിപ്പാൻ കൊതിയാകുന്നേ യേശു തമ്പുരാനേ. ഇന്നത്തെ സോളോ പെർഫോമൻസും വെസ്റ്റേൺ പെർഫോമൻസും ട്രയോ ഡുവറ്റ് പെർഫോമൻസും എല്ലാം നിങ്ങൾ ഏവരും ആസ്വദിച്ചു എന്നെനിക്കറിയാം. ഈ ഗാനങ്ങളെല്ലാം നിങ്ങൾക്ക് വീണ്ടും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കാനുമായി ഷാലോം ടിവിയുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അടുത്തയാഴ്ച നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നവരെ നിങ്ങൾക്കെല്ലാവർക്കും പ്രാർത്ഥനാനുഗ്രഹങ്ങൾ നേരുന്നു. ബൈ.